ഒരു നിമിഷം വീണ്ടും കൈകൾ നെഞ്ചത്ത് വെച്ച് കണ്ണടച്ച് ഈ എവിടെയാണ് നീ നിൽക്കുന്നത്, അഥവാ നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്, നീ നിർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുമ്പോൾ നിങ്ങളത് പ്രാർത്ഥിക്കുന്ന ഒരു ഫീല് വേണം. ഇപ്പം സ്വർഗീയ രാജനീശോ കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നോട്, നിൻ്റെ കുടുംബത്തോടും നീ ഇന്ന് അനുഭവിക്കുന്ന നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ ജീവിതത്തോടും നീ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ബോധത്തിൽ സ്വകാര്യ പ്രാർത്ഥനയാക്കിയ പാട്ടിനെ മാറ്റിക്കൊണ്ട് പാട്ടിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രുതികട്ടെ. അഭിഷേകത്തോടുകൂടി പാടി പ്രാർത്ഥിച്ച് ശ്വാസാർപ്പിച്ചു സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ നീ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, സാമ്പത്തിക ബാധ്യതകളും കടങ്ങളെ പരിഹരിക്കാൻ മാർഗമില്ലാത്തവരും ഇനി മുന്നോട്ട് ചലിക്കുവാൻ ആവശ്യമായ സമ്പത്തില്ലാത്തവരും ഈ കാലവർഷത്തിലെ വീട് നഷ്ടപ്പെട്ടവര് ഉരുൾപൊട്ടലിലൂടെ സമുദ്രപ്പാച്ചിലൂടെ പാർപ്പിടം നഷ്ടപ്പെട്ടവര് അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്താല് വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളിൽ നിന്ന് വീട് വിട്ട് അനാഥരെ പോലെ അന്യാധീനപ്പെട്ട് അഭയം പ്രാപിച്ചവരുടെ മേൽ കരുണ ചൊരിയണമേ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുവാൻ അവരോട് കരുണ കാണിക്കണമേ. ശ്രദ്ധിക്കട്ടെ. സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ നീ. കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ നീ. അത്ഭുതങ്ങളൊന്നും അത്ര ഒരു അകലെയല്ല. ശരിക്കും കൃപാസനത്തിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ആൾക്കാരെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലോപേഷ്യ ഏരിയാറ്റ രോഗത്തിന് മെഡിസിൻ ഇല്ല.
അത് കോശങ്ങളെ തിന്നുന്ന രോഗമാണ്. പക്ഷേ ഈ മെഡിസിൻ ഇല്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോഴേ ഇവരുടെ അമ്മ, ഈ റിയ റേച്ചലിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുക്കുന്നത്. അവർ ഉടമ്പടി എടുക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, അവർ പറയുന്ന സാക്ഷ്യം, അതായത് അവരാദ്യം ഈ 6 കാര്യങ്ങൾ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ 6 കാര്യങ്ങളിൽ ആദ്യം എഴുതണത് എന്താണെന്ന് അറിയാമോ? എൻ്റെ മകളുടെ തലയിൽ 10 വർഷമായിട്ട്, അതായത് 8 വർഷം മരുന്ന് ഉപയോഗിച്ചു, 2 വർഷം ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല ഈ 8 വർഷം, ഈ 10 വർഷത്തോളം കാലം അവർ വേറെ വിഗ് വാങ്ങിച്ച് വെച്ച് നടക്കുകയാണ്. അതാണ് 8 വർഷം അല്ലെങ്കിൽ 10 വർഷം മുഴുവനും ഈ റിയ ഒരു വിഗ്ഗും വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇനി ഭാവിയിൽ ഡയറക്റ്റ് വിവാഹത്തിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ പ്രോബ്ലം ഉള്ളത് കൊണ്ടും പ്രൊഫഷൻ്റെ ജോലി പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം അവളുടെ അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം വെക്കുന്ന കാര്യം എന്താണ്? എൻ്റെ മകളുടെ തലയിലുള്ള തലമുടിയെല്ലാം തിരിച്ചു വരണമെന്നാണ് ആദ്യം എഴുതി വെക്കണം, മാതാവിനോട് പറയണത്. അപ്പോൾ നിങ്ങളൊരു മനസ്സിലാക്കേണ്ടത്, ഈ 10 വർഷത്തിനുള്ളിൽ ഇവർ വേറെ ഒരിടത്തും പോയി പ്രാർത്ഥിച്ചിട്ടില്ലേ? അതാണ് ചോദ്യം. ഈ 10 വർഷത്തിനുള്ളിൽ ഇവർ വേറെ ഇതുപോലെയുള്ള പ്രാർത്ഥനാ സങ്കേതങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് ലഭ്യമായ എല്ലാ പ്രാർത്ഥനാ രീതികളും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രം മാത്രമല്ല, അതിൻ്റെ ഇരട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ പ്രാർത്ഥിച്ച വിഷയങ്ങളെ, പ്രാർത്ഥിച്ച ഇടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. എങ്ങനെ ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് ഡിഫർ ചെയ്തിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഉടമ്പടിക്കുള്ള പ്രത്യേകത? ഈ ഉടമ്പടിയിൽ ഇത് വെക്കുകയും 90 ദിവസം, ഉടമ്പടിയുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് 90ആണ്. അത് വാഗ്ദാന പേടകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകത്തിൽ കുടികൊള്ളുന്നത്, ആ ദൈവസാന്നിധ്യമാകുന്ന കൃപാസനം, ആ ദൈവവചനം ഉൾക്കൊള്ളുന്ന കൃപാസനം എന്ന് പറയുന്ന സ്വർണ്ണ പേടകം ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ 90 ദിവസമാണ് അതിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പരിശുദ്ധ അമ്മയാണ്. പഴയ നിയമത്തിൻ്റെ കൃപാസനത്തിൻ്റെ ഉള്ളിൽ സ്വർണ്ണപേടകത്തിൽ കർത്താവിൻ്റെ വചനമാണ് ദൈവസാന്നിധ്യമായിട്ടിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്നവനായ ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാനാണ് വചനം മാംസമായി അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോഴാണ് അമ്മ കൃപാസനമായി മാറണത്. അമ്മ ഈ കൃപാസനമെന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് 89 അമ്മയോട് പറയണത്. അതായത് ഞാനൊരു മരിയൻ ഇയർ അന്നുണ്ടായിരുന്ന കാലത്ത് അമ്മയെ ഞാൻ 7000 കുടുംബങ്ങൾ, അല്ല 1500 കുടുംബങ്ങൾ ഞാൻ കയറി ഇറങ്ങി അവർക്കൊണ്ട് ജപമാല ചെല്ലിച്ച് അമ്മയുടെ തിരുസ്വരൂപത്തെ സ്വീകരിച്ച ഒരു ആഗസ്റ്റ് 11 1987. അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിലേക്ക് അമ്മ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടാൻ തുടങ്ങിയത്. അല്ല, ഇത് ഓൾ ഓൺ എ സഡൻ 2004 സംഭവിക്കണ വിഷയമല്ല. 87 അതായത് ഞാനിത് പറയണമെങ്കിൽ, അതായത് നിങ്ങളും ഇതുപോലെ ഈ വിഷയങ്ങൾക്ക്, ദൈവികമായ കാര്യങ്ങൾക്ക് സീരിയസ്നെസ് കൊടുക്കാത്തത് കൊണ്ടാണ് ദൈവാനുഭവം ഉണ്ടാകാത്തത്. വേറെ ഒരു കാര്യമില്ല. ഞാൻ ഇന്ന് ഓർക്കൊണ്ട് മാതാവിൻ്റെ രൂപം കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയെ കൊണ്ടുവരുന്നതാണ് വിഷയം. അതിൽ ഇതുപോലെ എല്ലാ ഇടവക അംഗങ്ങളെയും മെഴുകുതിരിയും കത്തിച്ച് പുറത്തിറക്കി ആയിരങ്ങളെ കൊണ്ട് ജപമാല ചെല്ലിച്ച് അമ്മയെ സ്വീകരിക്കുമ്പോൾ, രാത്രി മുഴുവൻ പള്ളിയിൽ സ്വീകരിച്ചിട്ട് അവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പല ഇടവകകളിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത്. അപ്പം അമ്മയ്ക്കറിയാം ഏതെല്ലാം ഇടവകയിലൂടെ കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെയൊക്കെ സംഭവിച്ചതെന്ന്. ചില ആൾക്കാർ രാഷ്ട്രീയ പതാകയ്ക്ക് സ്വീകരണം കൊടുക്കണം. ഒരു മാലയെ വിട്ട്, ഒരു കൈക്കാരന് ഒരു അച്ഛനൊക്കെ ഇട്ട് ഒരു മാലയൊക്കെ ഇട്ട് അമ്മയെ പറഞ്ഞു വിടും. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ദൈവത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു, അതാണ് വിഷയം. അല്ല ഇതൊക്കെ ഒരു ആചാര അനുഷ്ഠാന വട്ടമായിട്ട് നമ്മൾ ചെയ്തു പോയാൽ അങ്ങനെ ചെയ്ത് നമ്മൾ മരിച്ചു പോകും. പക്ഷെ ഓരോ വിഷയവും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്കൊരു ഒരു ഒരു ഇൻറ്റ്യൂഷൻ തരണം. അത് പ്രെയർ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇൻറ്റ്യൂഷൻ കിട്ടും. പ്രെയർ സീരിയസ് ആയിട്ട് എടുക്കും ചില ആൾക്കാർക്ക്, വളരെ വൈകാരികമായിട്ട് എടുക്കാം. ഈ ദിവസങ്ങളിൽ തന്നെ ഈ റിയാറച്ചൻ്റെ സാക്ഷ്യത്തിൻ്റെ കൂടെ ഉള്ളൊരു സാക്ഷ്യം, അതുപോലെ രസകരമായൊരു സാക്ഷ്യമുള്ളത് ഷേർലി വട്ടിയൂർക്കാവാണ്, ട്രിവാൻഡ്രത്തെ ഷേർലിയുടെ സാക്ഷ്യം. ഷേർലിയുടെ സാക്ഷ്യം എന്ന് വെച്ചാൽ ഒരു മകന് ഇൻ്റർവ്യൂവിന് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്, എൻ്റെ ഫോറിൻ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്, UK ഇൻ്റർവ്യൂ ആണ്. അവൻ +2 ആണ്. പക്ഷേ ആ ഫോൺ ഇൻ്റർവ്യൂവിൽ അവൻ പരാജയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞ് അവന് ടെൻഷനായി, പെട്ടെന്ന് ടെൻഷൻ കയറുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പരാജയപ്പെട്ട പിന്നെ അവനെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോഴെന്താ അവർ ചെയ്യണത്, അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ മകനെ നീ അടുത്ത ഇൻ്റർവ്യൂവിന് പങ്കെടുക്കും, നിനക്ക് അമ്മ അത് തരും. ഈ ചില അമ്മമാർക്കുണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട്, അതായത് ഇവൻ തകർന്നു പോയി, ഇവൻ്റെ ആ ടൈപ്പ് അങ്ങനെയാണ്. പക്ഷേ ഷേർലി പറയും അടുത്ത ഇൻ്റർവ്യൂവിന് നീ പങ്കെടുക്കും, അമ്മ നിനക്കത് തരും. എന്നിട്ട് ഇവർ പറയണ ഒരു സാക്ഷ്യമുണ്ട്. ഞാനൊരു കാശുരൂപം കൃപാസനത്തിൽ വന്ന് അച്ഛനോട് വെഞ്ചരിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവൻ്റെ കാശുരൂപം അവൻ്റെ പോക്കലിട്ട് കൊടുത്ത്, പോക്കറ്റിലിട്ടല്ല പ്രശ്നം, പോക്കറ്റിലിട്ടിട്ട് ആ കാശുരൂപത്തിൽ അമ്മയുടെ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരാൾ ഒരു വിഷയം ചെയ്യേണ്ട രീതി കണ്ടില്ലേ, ഒരു കാശുരൂപമുണ്ട് നീ ഇതുകൊണ്ട് പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല പറയണത്. അവർ പറയണത് ആ കാശുരൂപം കൊണ്ടുപോയിട്ട് അവൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് അത് മാതാവിൻ്റെ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചാണ് ഇരിക്കണമെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു പ്ലേസ് ചെയ്യുന്നതാണ് പറയണത്. ഇതെന്ന് പറയണത് ഒരാളിന് ദൈവവുമായിട്ടുണ്ടാകുന്ന വൈകാരികമായൊരു ബന്ധമാണ്. വിശ്വാസമെന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, വിശ്വാസം ഒരിക്കലും കേവല വിശ്വാസമായിട്ട് നിൽക്കത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. ഈ കേവല വിശ്വാസത്തിൻ്റെ കൂടെ ദൈവസ്നേഹമുണ്ടാകും, പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കണതെന്ന് ഞാൻ പറയണം. ഇപ്പോൾ ആദ്യത്തേത്, ഇപ്പോൾ റിയറേച്ചൻ്റെ വിഷയം എന്താണ്, അവർ 90 ദിവസമായപ്പോൾ 10 വർഷത്തിന് ശേഷം ലോകത്തിലുള്ള മുഴുവൻ മരുന്നും എല്ലായിടങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടിയിൽ അമ്മേ എൻ്റെ മകൾക്ക് തലമുടിയില്ല, അമ്മ തിരിച്ച് തലമുടി വെച്ച് കൊടുക്കണം, അതാണ് എൻ്റെ ആദ്യ ഉടമ്പടി എന്ന് പറയുമ്പോൾ 90 ദിവസമാണ് ഉടമ്പടിയുടെ ദിവസം. ആ 90-ാം പക്കം ആകുമ്പോൾ മുട്ടി വളർന്ന് അങ്ങോട്ട് കയറും. നിങ്ങളാ സാക്ഷ്യം കേൾക്കണം, സാക്ഷ്യം ഇട്ട് കൊണ്ട് കിടപ്പുണ്ട്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഇമ്മ്യൂണിയ ഡിസീസ് വെച്ചാൽ കോശങ്ങൾ കഴിക്കുന്ന കാരണം ഒരു കാലത്തും മുടി വരത്തില്ല. അപ്പോൾ ആ വിഷയത്തിൽ എത്ര പെട്ടെന്നാണ് ഉടമ്പടിയിൽ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അസാധ്യമെന്ന് തോന്നണ ആ വിഷയത്തിന് ഉടമ്പടി തീരുമാനം ഉണ്ടായെന്നല്ല അച്ഛൻ്റെ പ്രശ്നം. ഉടമ്പടി തീരുമാനം ഉണ്ടായ സാക്ഷ്യത്തിലുണ്ടല്ലോ. എൻ്റെ വിഷയം ഉടമ്പടിയിൽ അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായത്, ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ഉടമ്പടിയിൽ ഉണ്ടായത്, പെട്ടെന്നുണ്ടായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇവരുടെ വിശ്വാസമാണ്. ഒന്ന് എന്നുവെച്ചാൽ റിയറേച്ചൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കലർപ്പില്ലാതെ വിശ്വസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ്റെ ജോലി, വീട് വെക്കണം, ലോൺ കിട്ടണം, മൂത്ത മകൾക്ക് പ്രൊമോഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് 5 എണ്ണം എഴുതിയതിന് ശേഷം 6ാമത്തത് ഒക്കട്ടെ കിട്ടിയ കുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് വേണേൽ എഴുതും.
എൻ്റെ മകളുടെ തലയിൽ മുടിയില്ല, അത് നടക്കാത്ത കാര്യമാണ്, അത് ദൈവത്തിനും നടക്കത്തില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനസ്സിലാണ് ഈ 6ാമത്തെ കാര്യമായിട്ട് എഴുതണത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഉടമ്പടിയിൽ 6ാമത്തെ കാര്യം എഴുതുന്നത് നിങ്ങളുടെ വിശ്വാസം ഏത് ലെവലിലുള്ളതാണെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മൾക്കറിയാൻ പറ്റത്തില്ലെങ്കിലും മാതാവിനതറിയാൻ പറ്റും. എൻ്റെ പേര് ആശ, ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്, ശാന്തയാണ് പേര്. ഞങ്ങൾ നെയ്യാറ്റിൻകര വലിയുള്ള ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഭർത്താവിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അവർ 2021 ഏപ്രിൽ 12 ഉടമ്പടി എടുത്തത്. അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദിവ്യകാരുണ്യ സ്വീകരണം. ഈശോയെ സ്വീകരിക്കുന്നത് എന്നും അന്ന് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ വന്ന് പറയുമായിരുന്നു, നിങ്ങളെല്ലാവരും ഈശോയെ സ്വീകരിക്കണമല്ലോ, എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടം പറയുമായിരുന്നു. അപ്പോഴത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെയാണ് സങ്കടം വരുന്നത്. അപ്പോൾ ഞാൻ പറയായിരുന്നു, എന്നെങ്കിലും അമ്മയ്ക്ക് ഇത് ആഗ്രഹം സാധിക്കുമെന്ന്. അങ്ങനെ ഡിസംബർ 4 കഴിഞ്ഞ വർഷം ഡിസംബർ 4 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ ബ്രദർ ചോദിച്ചായിരുന്നു എത്ര മാസമായി കുമ്പസാരിച്ചിട്ടെന്ന്. അമ്മ പറഞ്ഞു കുമ്പസാരിച്ചിട്ടില്ല, ജ്ഞാനസ്നാനം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ ബ്രദർ പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് മെഴുകുതിരിയൊന്നും തരാൻ പറ്റത്തില്ല, എങ്കിൽ വേറെ പുസ്തകം വാങ്ങിച്ച് സൈൻ ചെയ്ത് ഇട്ട് വേണം വരാനെന്നൊക്കെ പറഞ്ഞു. അമ്മ വന്ന് എന്നടുത്ത് ഭയങ്കര സങ്കടം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇതൊരു വഴിത്തിരിവായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ BCC ലീഡറുമായിട്ട് അന്ന് വൈകുന്നേരം ചെന്ന് സംസാരിച്ചു. അപ്പോൾ BCC ലീഡർ ഇങ്ങനെ പറഞ്ഞു നമുക്ക് അച്ഛനുമായിട്ട് സംസാരിക്കാമെന്ന്. അപ്പോൾ അച്ഛനടുത്ത് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ജ്ഞാനസ്നാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്ന്. അപ്പോഴിവർ 34 വർഷമായി ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റൊക്കെ 34 വർഷമായി ജ്ഞാനസ്നാനം എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് അവരുടെ CSA പള്ളിയിൽ ചെന്ന് ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും മോളെ ഒരാഴ്ചത്തെ ക്ലാസ്സിന് നിങ്ങൾ പോകണം, ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആദ്യ കുർബാന സ്വീകരണം തരാമെന്ന്. അങ്ങനെ ആ മാസം തന്നെ അവസാനത്തെ ഒരാഴ്ച ചെന്ന് അമ്മ ചെന്ന് ആദ്യ കുർബാന ക്ലാസ്സിൽ പങ്കെടുക്കുകയും 26 ജനുവരി 26 അമ്മയ്ക്ക് ഈശോയെ സ്വീകരിക്കാൻ കഴിഞ്ഞു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അമ്മ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ സാധിച്ചു തന്നതെന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ തന്നെ ഒരു സമാധാനമൊക്കെ ഇല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇവിടുത്തെ ശുശ്രൂഷയിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ എഴുതിയിടുമായിരുന്നു അവൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട സമയത്ത് അന്നേപ്പം പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ അവളുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി. ഇപ്പം നല്ലൊരു കുടുംബമായിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ അവരുടെ വീട്ടിൽ നാത്തൂനുമായിരുന്നാലും അവളുടെ മക്കൾക്കായിരുന്നാലും ഒക്കെ എപ്പോഴും അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴും അമ്മ തന്നെ വീട്ടിൽ വരുമ്പോൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേനും ഒക്കെ കൊടുത്ത് ഇപ്പോൾ ആ പിള്ളേർക്ക് അങ്ങനെ അടിക്കടിയുള്ള ഒരു അസുഖവും വരത്തില്ലായിരുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അമ്മയുടെ സഹോദരൻ്റെ മകൻ്റെ മകന് അത് പെട്ടെന്നൊരു ദിവസം പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു, നൈറ്റ് ക്ലാസ്സിന് വന്ന സമയമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് നൈറ്റ് ക്ലാസ്സാണ്, രാത്രിയാണ് 10, 11, 12 മണിയൊക്കെ ആവും ചിലപ്പോൾ വരുമ്പോൾ. അപ്പോൾ ഈ കുഞ്ഞ് ഒരു ദിവസം രാത്രി കൂട്ടുകാരനായിട്ട് വന്ന് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ കുഞ്ഞാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട് പിന്നീട് അവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ രാത്രിയിൽ പോയപ്പോൾ പെട്ടെന്നൊരു ഭയമായിരുന്നു. അങ്ങനെ ആരോടും മിണ്ടത്തില്ലായിരുന്നു, ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ സംഭവമായിരുന്നു. അപ്പോൾ 2 ആഴ്ച ഇതേ തുടർന്ന്
തുടർന്ന് അവൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും എന്നിട്ടും ആ ചേച്ചി വിളിച്ച് പറഞ്ഞു, കുഞ്ഞമ്മ ഇതുപോലെ സുഖമില്ല, കുഞ്ഞിന് പിന്നെ പ്രാർത്ഥിക്കണമെന്നൊക്കെ. അപ്പോഴമ്മ പറഞ്ഞു, നിങ്ങൾ എന്നാണ് വീട്ടിൽ കൊണ്ടുവരുന്നതെന്ന്. അപ്പോഴവൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഡേറ്റും ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ ഞാനും അമ്മയും കൂടെ തന്നെയാണ് വീട്ടിൽ പോയി ജപമാല പറയുകയും അമ്മ ഉടമ്പടി തൈലവും പിന്നെ ഇട്ട് കൊടുക്കുകയും ഉപ്പ് അവനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ പ്രാർത്ഥിച്ചിട്ട് അവനെ കുളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ അവന് പിന്നെ കുറേയൊക്കെ സുഖമായിട്ട് അപ്പോഴേ അമ്മ പറഞ്ഞു, കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നീ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. കുഞ്ഞമ്മ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കഴിഞ്ഞ മാസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോഴാ കുഞ്ഞിന് പൂർണ്ണമായിട്ടും സുഖം കിട്ടി. ഇപ്പോഴും നല്ല പയ്യനായിട്ടാണ് അവന് നടക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു 2 പയ്യന്മാർക്ക്, എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സുകളായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സനലെന്ന് പറയുന്ന ചേട്ടന് 40 വയസ്സും പ്രജീഷ് എന്ന് പറയുന്ന ചേട്ടന് 35 വയസ്സുമായിരുന്നു. ഇവർക്ക് കല്യാണമൊക്കെ പിന്നെ വിവാഹം വരുന്നുണ്ട്, വിവാഹം അങ്ങനെ മുടങ്ങിപ്പോകുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ യൂട്യൂബിലൂടെ അന്നേപ്പം ശുശ്രൂഷയിലൂടെ അവർക്ക് വേണ്ടി ഇവിടെ എഴുതിയിടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ 2 പേർക്കും പത്രവും കൊടുത്തായിരുന്നു. അങ്ങനെ അവരുടെ കല്യാണം സനലെന്ന് പറയുന്ന ചേട്ടന് പിന്നെ ഈ മാസം ആദ്യം കല്യാണമായിരുന്നു. പിന്നെ പ്രജീഷിന് അടുത്ത മാസം 12-ാം തീയതി കല്യാണമൊക്കെ നിശ്ചയിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല തകരാറിലായിരുന്നു. ഞങ്ങൾ കടം വീട്ടുന്നതൊക്കെ തന്നെ ബ്ലൈഡ് എടുത്തും അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ ആ കടം വാങ്ങൽ ബ്ലൈഡ് എടുക്കുന്നതൊക്കെ വളരെ കുറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് അന്നുള്ള ചിലവിനെങ്കിലും അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ പിന്നെ ഭർത്താവിൻ്റെ പപ്പയ്ക്ക് കർഷക പെൻഷൻ അത് പിന്നെ ഒരിക്കലും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ആധാറൊന്നും ഇല്ലാതിരുന്നു. അങ്ങനെ അമ്മ മാതാവിൻ്റെ കാശ് രൂപം കൊണ്ടാണ് ആധാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഒടുവിൽ അത് കിട്ടിയിട്ട് പിന്നീട് പിന്നെ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പോയപ്പോൾ പറഞ്ഞു സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ ഞാനും പപ്പയും കൂടെ 2 ദിവസം സ്കൂളിൽ പോയി. പിന്നെ അമ്മയുടെ പത്രമാണ് ഞാൻ കൊണ്ടുപോയത്. പക്ഷേ എന്നിട്ടും നടന്നില്ല. അപ്പോഴങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ വാർഡ് മെമ്പർ വന്ന് പറഞ്ഞു, പിന്നെ ചേച്ചി പപ്പയ്ക്ക് പെൻഷൻ വേണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. അങ്ങനെ പിന്നെ ഞാൻ മാത്രമായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെന്ന് പിന്നെ വയസ്സ് തെളിയിക്കണ ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് വാർഡ് മെമ്പറിനെ ഏൽപ്പിക്കുകയും അങ്ങനെ പപ്പയ്ക്ക് പിന്നെ ഇപ്പോഴും കർഷക പെൻഷൻ ലഭിക്കുകയും ചെയ്തു. 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പിന്നെ പോസ്റ്റ് ഓഫീസിലുള്ള യൂട്യൂബ് കാർഡ് അതാണെങ്കിൽ നഷ്ടപ്പെട്ടു. ഒരു ദിവസം അടുത്തിരുന്ന കാർഡാണ്, പെട്ടെന്നവർ പിന്നെ തിരക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ 1-2 ആഴ്ചയോളം ഇങ്ങനെ പിന്നെ തിരക്കിയിട്ട് കണ്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ എന്തായാലും തരും, പിന്നെ അമ്മ വിശ്വസിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഇന്നലെയാണ് അത് അമ്മ പറഞ്ഞു, ഇത് അലമാരയുടെ ഇടയിലാണ് അത് ഇരുന്നത്. അങ്ങനെ എനിക്ക് അതും ലഭിച്ചു എന്ന് അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മയ്ക്കും പിന്നെ അമ്മയുടെ ചുണ്ടിലുള്ള മുഴയും പിന്നെ നെഞ്ചിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. അത് രണ്ടും ഒരേപോലെ ആയിരുന്നു, ഗോലി പോലെ ആയിരുന്നു. പക്ഷേ അമ്മ പിന്നെ എത്ര മരുന്ന് ചെയ്തിട്ടും അത് മാറിയില്ല. ഒടുവിൽ പിന്നെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ ഉപ്പും തേനും തൈലവും കൂടെ പുരട്ടി അങ്ങനെ ഒരു 20-25ഓളം ദിവസം അങ്ങനെ പുരട്ടുകയും അങ്ങനെ അത് പൂർണ്ണമായി മാറുകയും ചെയ്തു. കൂടാതെ കാലിലെ വെരിക്കോസ് അതും കുറേ ദിവസം ഉണ്ടായിരുന്നു വെരിക്കോസ്. അങ്ങനെ അതും അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് അത് മാറുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് കുഞ്ഞുമോൾ. ഞാൻ എരമല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ജനുവരി 13-ാം തീയതിയാണ് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മോളുടെ കാലിൽ മുറിവ് ഉണങ്ങി 1 വർഷത്തോളമായി അവൾക്ക്
ഏത് ആശുപത്രിയിൽ കാണിച്ചിട്ടും അത് മാറാതെ അത് ഇങ്ങനെ പൊട്ടി പഴുക്കുന്നില്ല, ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച സമയത്തായിരുന്നു അത് അവൾക്ക് ക്ലാസ്സിൽ പോകാനോ അവിടെ ഇരുന്ന് പഠിക്കാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ 2 പ്രാവശ്യം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന കൂടുകയുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പൂർണ്ണമായി അത് മാറുകയും പിന്നീട് ഇതുവരെയായിട്ടും ഈ കാലിലെ മുറിവ് ഉണ്ടായിട്ടില്ല. പിന്നെ നടുവിന് വേദന ഉണ്ടായിരുന്നു. അത് നട്ടെല്ല് വളർന്ന് കീഴ്പോട്ട് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറയണത്. അത് 100-ൽ ഒരാൾക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കുകയില്ലെന്നാണ് പറയണത്. അത് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. എൻ്റെ മകന് ചെറുതായിട്ട് ഇങ്ങനെ വിക്ക് പോലെ വരുമായിരുന്നു സംസാരിക്കുമ്പോൾ. അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഇപ്പം എത്ര വയസ്സായി? അവനിപ്പോൾ 14 വയസ്സായി. അപ്പോൾ എത്ര വർഷമായിട്ടുള്ളതാണത്? ഈ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായിരുന്നു. തലടിച്ചൊന്ന് വീണിട്ടുണ്ടായിരുന്നു ചെറുതിലെ. അത് അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പം അവന് പൂർണ്ണമായിട്ടും മാറി. അവനിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്രയും ചെയ്തു തന്ന അമ്മയ്ക്കും തിരിക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.